നമ്മളിന്ന് ഈ ഒരു പോർഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് ബേസിക് ഐഡിയാസൊക്കെ വേണം. നമുക്കത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ 0 ആവുകയും ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എക്സ് ആവുകയും ചെയ്താൽ നമ്മുടെ ലാംഡ റെഗുലർ ആണെന്നാണ് പറയുന്നത്. എന്താ റെഗുലർ പോയിൻ്റ് എന്ന് പറയുന്നത്? നമ്മളൊരു കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുകയാണ് ലാംഡ. ഈ ലാംഡ എടുത്തിട്ട് എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ടഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ലാംഡ റെഗുലർ ആണെന്ന് പറയും. ഓക്കെ, അങ്ങനെ എല്ലാ ലാംഡകളെയും നമ്മൾ എന്ത് വിളിക്കും? സ്പെക്ട്രം പോയിൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെക്ട്രം പോയിൻ്റിന് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? പോയിൻ്റ് സ്പെക്ട്രം ഉണ്ട്, കണ്ടിന്യൂസ് സ്പെക്ട്രം ഉണ്ട്, റെസിജ്വൽ സ്പെക്ട്രം ഉണ്ട്. ഇതല്ലാത്തതാണ് റെഗുലർ പോയിൻറ്റുകൾ അല്ലേ. റെഗുലർ പോയിൻ്റ് അല്ലാത്തതൊക്കെ എന്താണ്? സ്പെക്ട്രം പോയിൻറ്റ്സുകളാണ്. നമുക്ക് തന്നിട്ടുള്ളത് കേർണൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് 0 ആണെന്നാണ്. കേർണൽ എ മൈനസ് ലാംഡ ഐ 0 എന്ന് പറയുമ്പോൾ അത് പോയിൻറ്റ് സ്പെക്ട്രം അല്ല എന്നർത്ഥം. അപ്പോൾ എന്താ പോയിൻറ്റ് സ്പെക്ട്രം അറിഞ്ഞിരിക്കണം അല്ലേ. പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മുടെ സ്പെക്ട്രം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. എ മൈനസ് ലാംഡൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ടഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് റെഗുലർ പോയിൻ്റ് ആണ്. അതല്ലാത്ത എല്ലാ ലാംഡകളെയും നമ്മൾ എന്ത് വിളിക്കാം? സ്പെക്ട്രം പോയിൻ്റ് എന്ന് വിളിക്കാം. ഈ സ്പെക്ട്രമാണ് 3 കേസ് എന്ന് പറയുന്നത്: കണ്ടിന്യൂസ് സ്പെക്ട്രം, പോയിൻറ്റ് സ്പെക്ട്രം, റെസിജ്വൽ സ്പെക്ട്രം. അപ്പോൾ നമ്മൾ പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഐഗൺ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോയിൻറ്റ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണ്, വേർ എക്സ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്താം? എ എക്സ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? അഥവാ എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എന്താണ്? 0 എന്ന് വരും. ഇതിനർത്ഥം എന്താ? നമ്മുടെ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. 0 അല്ല. കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ എന്തല്ല? 0 അല്ല. അപ്പോൾ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ 0 അല്ലാത്ത കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? 1 അല്ല എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ നോട്ട് ഈക്വൽ ടു 0 അഥവാ 1 അല്ല ആര്? നമ്മുടെ പോയിൻറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ 0 ആണ്. കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ 0 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഈ ഒരു ടേമിനെ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ 0 എന്ന് പറയുന്ന ടേമിന് ഇത് 1 ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എക്സ് ആണെന്ന് പറയുന്ന കേസിൽ നിന്ന് ഇത് ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഇത് 1 ഓൺ ടു ആണെന്ന് നമുക്ക് കിട്ടി. നമ്മളെടുത്തുള്ള കേസ് 1 ഓൺ ടു ആണ്. 1 ഓൺ ടു ആണെങ്കിൽ നമ്മുടെ ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം പ്രകാരം നമുക്ക് എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും, ബൗണ്ട് ചെയ്യുകയും ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താ ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം എന്ന് പറയണം അല്ലേ. അത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇത് 1 ആണ് ഓൺ ടു ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ 1 ആണ് ഓൺ ടു ആണെന്ന് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ മൈനസ് ലാംഡൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ബൗണ്ട് ചെയ്യുകയും ചെയ്യുമെന്ന് കിട്ടി. അപ്പോൾ ഇതെന്തായി? ലാംഡ എന്തായി? റെഗുലറായി. ഇതിന് നമ്മൾ യൂസ് ചെയ്തതാ ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം. ഈ ബനാക് ഓപ്പൺ മാപ്പിംഗ് തിയറം എന്ന് പറയുന്നത് എന്താ? ഒരു ബൈജക്റ്റീവ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ T from one Banach space to another. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ബൗണ്ടഡ് ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ടി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. നമ്മളിവിടെ ഉള്ളത് എന്തായിരുന്നു? ടിക്ക് പകരം നമ്മളിവിടെ എ മൈനസ് ലാംഡ ഐ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആണല്ലോ, 1 ആണ്, ഓൺ ടു ആണെന്ന് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ എ മൈനസ് ലാംഡ ഐൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും, ബൗണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെന്തായി? റെഗുലർ പോയിൻ്റായി.